ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞാനടക്കമുള്ള നഴ്സുമാർ ഇപ്പം നമ്മൾ അറിവില്ലാത്തത് കൊണ്ടാണോ അതോ നമ്മൾ ചില കാര്യങ്ങൾ നിസ്സാരമായിട്ട് കാണുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല. നമ്മൾ നഴ്സിംഗ് കോഴ്സ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് മിസ്റ്റേക്സ് ഇങ്ങനെ വരുത്താറുണ്ട്. ഈ മിസ്റ്റേക്സ് ഇപ്പം നമ്മൾ നാട്ടിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അതേസമയം നമ്മളിപ്പോൾ എബ്രോഡാണ് ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ജോബ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ആകാനും നമുക്ക് ജോബ് കിട്ടാതിരിക്കാനും ഒക്കെ ചാൻസസ് വളരെ കൂടുതലാണ്. ഞാനൊരു 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒരു റിജക്ഷൻ ഒന്നും വരാതെ നിങ്ങൾക്ക് ജോബ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒന്നാമത്തെ കാര്യമാണ് രജിസ്ട്രേഷൻ. ഇപ്പം നമ്മൾ എവിടെയാണോ ഏത് സ്റ്റേറ്റിലാണോ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് ആദ്യം നമ്മൾ അവിടുത്തെ രജിസ്ട്രേഷൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കഴിയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 3 വർഷം. ഇപ്പം ചില കേസസിൽ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ചിലർ കർണാടകയിൽ നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് കാരണം ചിലപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ ആ കേസസിൽ ചിലപ്പോൾ അവർ നാട്ടിലായിരിക്കും വന്ന് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനത്തെ കേസസിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കർണാടകയിലെ രജിസ്ട്രേഷൻ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ചില ആൾക്കാർക്ക് രജിസ്ട്രേഷൻ ഉള്ളത് ചിലപ്പോൾ കർണാടകയിലായിരിക്കും, പക്ഷെ അവർ വർക്ക് ചെയ്യുന്നത് കേരളത്തിലായിരിക്കും. കേരളത്തിലെ രജിസ്ട്രേഷൻ അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ രജിസ്ട്രേഷൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കാൻ നോക്കുക. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ്റെ ഇഷ്യൂസ് നിങ്ങൾക്ക് വരാതിരിക്കും. രണ്ടാമത് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ വർക്ക് ചെയ്യുന്നത്, അതായത് നിങ്ങൾ ICUലാണോ, വാർഡിലാണോ, OTയിലാണോ, ERലാണോ, എവിടെയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 1 വർഷം നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു വിചാരിക്കും. ഇപ്പോൾ ICUവിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു വിചാരിക്കും. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് മാറുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ഹോസ്പിറ്റലിലോട്ട് മാറുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം വർക്ക് ചെയ്തിരുന്ന സെയിം ICU തന്നെയാണ് നിങ്ങൾ രണ്ടാമതും സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ മാക്സിമം ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് ചെയ്യാതിരിക്കുക. നിങ്ങളിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് ചെയ്യുവാണെങ്കിലും വലിയ ഇഷ്യൂസ് വരാറില്ല. പക്ഷേ കണ്ടിന്യൂസ് ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചാൻസസ് ഇപ്പോൾ നമുക്കൊരു ജോബ് കിട്ടാനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ പല പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വറീഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ഏതാണോ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കുക. മൂന്നാമത് എക്സ്പീരിയൻസ് ഗ്യാപ്പ്. എക്സ്പീരിയൻസ് ഗ്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ഇഷ്യൂസ് ഉള്ള ഒരു കാര്യമാണ് എക്സ്പീരിയൻസ് ഗ്യാപ്പ്. വാലിഡ് റീസൺ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഗ്യാപ്പ് എടുക്കാതിരിക്കുക. ഗ്യാപ്പ് എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കത് എക്സ്പീരിയൻസ് ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ഗ്യാപ്പ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പുറത്തോട്ടൊക്കെ ഒരു ജോബ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് നമുക്ക് ആ ടൈമിൽ ഒരു ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഗ്യാപ്പ് എടുക്കാതിരിക്കാൻ നോക്കുക. പിന്നെ ചില പേഴ്സണൽ റീസൺസ് വാലിഡ് റീസൺസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാപ്പ് എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ റീസൺസ് ഒക്കെ ഗ്യാപ്പ് എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഗ്യാപ്പ് എടുക്കാതിരിക്കുക കേട്ടോ. നാലാമത്തെ കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മസ്റ്റായിട്ട് വേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനകത്ത് മസ്റ്റായിട്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡെസിഗ്നേഷൻ അതിനകത്ത് ഉണ്ടായിരിക്കുക. ഇപ്പോൾ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന്, ഇല്ലെങ്കിൽ ER നേഴ്സ്, ഇല്ലെങ്കിൽ ICU നേഴ്സ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഡെസിഗ്നേഷൻ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഇപ്പോൾ ഹോസ്പിറ്റൽ ഇത്ര ബെഡഡ് ഹോസ്പിറ്റലാണ്, അതുപോലെ തന്നെ JCI അല്ലെങ്കിൽ NABH അക്രഡിറ്റഡ് ആണ്, ഇങ്ങനെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് ഉള്ളത് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ സ്കില്ല് നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ യൂണിറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കില്ല് മെൻഷൻ ചെയ്തിട്ടുള്ളത് എത്രയും നല്ലതായിരിക്കും കേട്ടോ. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ഹോസ്പിറ്റൽസൊക്കെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇത്രമാത്രം നിങ്ങളുടെ പേരുണ്ടാവും, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനകത്ത് ഉണ്ടോ എന്ന് നിങ്ങൾ മാക്സിമം നോക്കുക. അഞ്ചാമത്തെ കാര്യമാണ് ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത്. എബ്രോഡ് ജോബ് നോക്കുന്ന നഴ്സുമാർ നിങ്ങൾക്ക് ഗ്യാപ്പ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും വെക്കാതിരിക്കുക. ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ പേഴ്സണലായിട്ട് എനിക്കറിയില്ല, പക്ഷെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ വെക്കാതിരിക്കുക കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇനിഷ്യലി ചിലപ്പോൾ നിങ്ങളുടെ വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ആയി നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഹോസ്പിറ്റൽസൊക്കെ ഒരു 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു റീവെരിഫിക്കേഷൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ റീവെരിഫിക്കേഷൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പനിഷ്മെന്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫേക്ക് സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കേ വേണ്ട. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ പോയിന്റ്സ്. ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒരു റിജക്ഷനും ഇല്ലാണ്ട് നിങ്ങൾക്ക് ജോബ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. ഇതുപോലെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്